ഞാനന്ന് മോഷ്ടിക്കാൻ കയറിയതൊരു ഇരുനില വീട്ടിലായിരുന്നു. വലിഞ്ഞു കയറി ടെറസിലെത്തിയപ്പോൾ അവിടെ ഒരു കതക്. കൈവശമുണ്ടായിരുന്ന താക്കോൽ കൂട്ടത്തിൽ നിന്നും 13ാമത്തേത് കൊണ്ടാണ് ഞാനത് തുറന്നത്. കയറിപ്പോകരുത്, ഒരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു. കോണിപ്പടികളുടെ അരികിലായി ഞാൻ പതുങ്ങിയിരുന്നു. മുകളിലെ നിലയിൽ ആൾതാമസമില്ലെന്ന് നേരത്തെ ഉറപ്പിച്ചതാണ്. കഴിഞ്ഞ ഒരാഴ്ചയോളം ഈ വീട് എൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇരുട്ട് വീഴുമ്പോൾ താഴത്തെ നിലയിൽ മാത്രമേ വെളിച്ചം തെളിയാറുള്ളൂ. വേണ്ട, ഇനി ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇനി എൻ്റെ മുറിയിലേക്ക് കയറിപ്പോകരുത്, ആ സ്ത്രീ വീണ്ടും പറഞ്ഞു. കലഹമാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും ആര് കയറാൻ പോകുന്നു? വക്കീലിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. പിരിയുന്നത് തന്നെയാണ് നല്ലത്. ആ പുരുഷനും വിട്ടുകൊടുത്തില്ല. അതൊക്കെ എൻ്റെ ഭാര്യ. അവൾ എന്തുറക്കെ പറഞ്ഞാലും ഞാൻ കേട്ടിരിക്കും. രാത്രിയിൽ പറ്റിക്കിടക്കുമ്പോൾ തീരുന്ന പ്രശ്നങ്ങളെ ഞങ്ങൾ തമ്മിൽ ഉണ്ടാകാറുള്ളൂ. ആ, അത് തന്നെയാണ് നല്ലത്. വയസ്സുകാലത്തെങ്കിലും ഇത്തിരി സമാധാനം കിട്ടുമല്ലോ. എനിക്ക് നിങ്ങളെ ഇനി ഒരിക്കലും വേണ്ട. ആ സ്ത്രീ ഒച്ചത്തിലാണത് പറഞ്ഞത്. തുടർന്ന് കതകടക്കുന്ന ശബ്ദവും. ഞാൻ എത്തി നോക്കിയിട്ടും ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. നേരം 2ആയിട്ടും ഇതിങ്ങൾക്കൊന്നും ഉറക്കമില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ക്ഷമയോടെ ഞാൻ കൂടുതൽ പതുങ്ങി. എനിക്ക് നിന്നെയും വേണ്ടടി, ഇനി എന്നോട് മിണ്ടുകയേ വേണ്ട. ആ പുരുഷ ശബ്ദത്തിന് ശേഷവും മറ്റൊരു കതകടയുന്നത് ഞാൻ കേട്ടു. തുടർന്നൊരു നീളൻ നിശബ്ദതയായിരുന്നു. 2ആളും സർവീസിൽ നിന്ന് റിട്ടയർഡായിട്ട് നാളുകൾ ഏറെയായില്ല. മക്കളൊക്കെ രാജ്യത്തിന് പുറത്തുമാണ്. കാര്യമായി എന്തെങ്കിലും തടയുമെന്ന ചിന്തയിൽ കാത്തിരുന്ന് കയറിയതാണ്. പക്ഷേ ഇങ്ങനെ ചടഞ്ഞിരിക്കാനായിരുന്നു വിധി. അല്ലെങ്കിലും ഞങ്ങൾ കള്ളന്മാർക്ക് ഇതൊക്കെ ഒരു ശീലമാണ്. ആളില്ലാത്ത വീട്ടിൽ കയറിയാൽ മതിയെന്ന് ഇന്നിറങ്ങുമ്പോൾ പോലും ഭാര്യ പറഞ്ഞിരുന്നു. കേട്ടില്ല. കുടുംബസമേതം ഊട്ടിയിലെ തണുപ്പിൽ വിറക്കുകയാണെന്ന് തൊട്ടടുത്ത ഗൾഫുകാരൻ്റെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. അവിടെ കയറിയാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ ഓർത്തിട്ട് എന്ത് കാര്യം? എന്തായാലും കയറിയ ഇടത്ത് നിന്ന് കിട്ടിയതുമെടുത്ത് പെട്ടെന്ന് പുറത്തെത്തണം. നേരത്തിലേക്ക് വെള്ളകീറാൻ താമസമില്ല. അവർ 2 മുറികളിലായി ഉറങ്ങിയെന്നാണ് തോന്നുന്നത്. ഞാൻ ശ്വാസമടക്കി പിടിച്ച് പടികളിറങ്ങി. ആ സ്ത്രീ വലിച്ചടച്ച കതകിൻ്റെ കൊളുത്ത് അകത്തുനിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പതിയെ തുറന്നു. ആള് നല്ല ഉറക്കമാണ്. ചുണ്ടുകൾക്കിടയിൽ നിന്ന് നിദ്രയുടെ നേരിയ വിസിലടി കേൾക്കാം. വിലപിടിപ്പുള്ള എന്തെങ്കിലും കാണുമെന്ന് കരുതി അലമാരയുടെ അടുത്തേക്ക് ഞാൻ നടന്നു. അകത്തെ അറയുടെ അകത്തുള്ള അറയിൽ ആഭരണങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അത് തുറക്കാൻ ശ്രമിച്ചത്. സാധിക്കുന്നില്ല. ആ നിരാശയിൽ നെറ്റി തുടച്ചപ്പോൾ 10-100 എണ്ണം കോർത്തുവെച്ച എൻ്റെ താക്കോൽ കൂട്ടം തറയിലേക്കും വീണു. ആ നിശബ്ദതയിൽ അതിൻ്റെ മുഴക്കം ഞാൻ കരുതിയതിലും ഉയർന്നിരുന്നു. അയ്യോ, കള്ളൻ, കള്ളൻ! ആ സ്ത്രീ തൊണ്ട പൊട്ടി കാറുകയാണ്. വീണതുമെടുത്ത് ഞാൻ ജീവനും കൊണ്ടോടി. പടികൾ കയറി മുമ്പ് പതുങ്ങിയ ഇടത്തേക്ക് ചുരുണ്ടപ്പോഴാണ് സമാധാനമായത്. അപ്പോഴേക്കും താഴെ വെളിച്ചം വീണിരുന്നു. എൻ്റെ സുധാകരേട്ടാ, കള്ളൻ, കള്ളൻ കയറി! ആ സ്ത്രീയുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ജാഗ്രത പുലർത്തി. എവിടെയെന്ന് ചോദിക്കുന്ന പുരുഷ ശബ്ദവും എൻ്റെ കാതുകളിൽ വീണു. എങ്ങോട്ട് പോയെന്നറിയില്ലെന്നും പറഞ്ഞ് ആ സ്ത്രീ പിന്നെയും കാറുകയാണ്. നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. ആ പുരുഷ ശബ്ദത്തിന് ശേഷം ഒരു നിശബ്ദതയായിരുന്നു. സ്വപ്നമായിരുന്നുവോ എന്ന് ആ സ്ത്രീ ആലോചിക്കുന്നുണ്ടാകുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ തന്നെ തോന്നണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. കള്ളന്മാരുടെ പ്രാർത്ഥനകൾ എല്ലാ ദൈവങ്ങളും ഒരുപോലെ കേൾക്കുമെന്നാണ് എൻ്റെ അനുഭവം. പോലീസിനെ വിളിക്കട്ടെ? എന്തിനെന്ന് ആ പുരുഷൻ്റെ ശബ്ദത്തോട് ഞാൻ മനസ്സിൽ പ്രതികരിച്ചു. ഓ, ഞാൻ കള്ളനാണല്ലോ. പോലീസ് വരട്ടെ. കൊക്കെത്ര കുളം കണ്ടിരിക്കുന്നു. സ്വപ്നം കണ്ടതായിരിക്കുമല്ലേ. എന്തായാലും സുധാകരേട്ടൻ എൻ്റെ കൂടെ കിടന്നാൽ മതി. ആ സ്ത്രീ വിങ്ങിക്കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നീ പേടിക്കാതെ ഇരിക്കെന്ന് പറയുന്ന ആ പുരുഷൻ്റെ ശബ്ദം ചെറുതായി ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ശേഷം
ഒരു കതക് മാത്രം അടയുന്ന ശബ്ദവും ഞാൻ അറിഞ്ഞു. എന്തൊക്കെയായിരുന്നു! ഇന്നത്തോടെ ബന്ധം അവസാനിച്ചെന്ന് പറഞ്ഞ് 2 മുറികളിലായി പിരിഞ്ഞു കിടന്നവരാണ് കെട്ടിപ്പിടിച്ച് കിടക്കാൻ പോയിരിക്കുന്നത്. കാര്യമായിട്ടൊന്നുമുണ്ടാകില്ല, വെറുതെ ഓരോ കലഹങ്ങൾ. അല്ലെങ്കിലും ഒരു പ്രശ്നമെന്ന് വന്നാൽ കൂടുന്നവർ തന്നെ ആയിരിക്കണമല്ലോ യഥാർത്ഥ ബന്ധങ്ങൾ. ഇവിടെ പ്രശ്നം ഞാനായിരുന്നു എന്ന് മാത്രം. എന്നെ പോലീസുകാർ കൊണ്ടുപോകുമ്പോഴൊക്കെ നെഞ്ചു തല്ലി ഇറക്കാൻ വരുന്ന എൻ്റെ ഭാര്യയെ ആ വേളയിൽ വെറുതെ ഞാനൊന്ന് ഓർത്തുപോയി. കയറിയ വഴിയിലൂടെ തന്നെ ഞാൻ പുറത്തേക്കിറങ്ങി. ഭാര്യ കാത്തിരിക്കുന്നുണ്ടാകും. വെറും കൈയോടെ അവളുടെ അടുത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. പെരുങ്കള്ളനായ തൻ്റെ അച്ഛൻ്റെ മഹിമ പറഞ്ഞ് അവൾ എന്നെ വല്ലാതെ ചെറുതാക്കും. കളവിൽ ചെറുതാകുന്ന ഒരു കള്ളൻ്റെ വേദന അനുഭവിച്ച് തന്നെ അറിയണം. താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കഥയുമായി നമുക്കുടനെ കാണാം. താങ്ക് യു ഓൾ.